പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് 60-ാം ദിവസം തിരുസഭ ആഘോഷിക്കുന്ന തിരുനാളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കോർപ്പൂസ് ക്രിസ്റ്റി എന്നാണ്, ഫീസ്റ്റ് ഓഫ് കോർപ്പൂസ് ക്രിസ്റ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. 1208 വിശുദ്ധ ജൂലിയാന എന്ന നോർബർട്ടൈൻ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്ററിന് ഈശോ നീണ്ട 20 വർഷങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ദിവ്യകാരുണ്യ തിരുനാൾ സഭയിൽ, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കണമെന്ന് സിസ്റ്ററിനെ ഓർമ്മപ്പെടുത്തുകയും സിസ്റ്റർ താനായിരിക്കുന്ന രൂപതയിലെ, ബെൽജിയത്തിലെ ലീജി എന്ന് പറയുന്ന രൂപതയിലെ വൈദികരെ അതറിയിക്കുകയും 1246 ആദ്യമായി ദിവ്യകാരുണ്യ തിരുനാൾ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആ രൂപതയിൽ ആഘോഷിക്കാൻ തുടങ്ങുകയും പിന്നീട് 1264 ഔദ്യോഗികമായി ആഗോള സഭ ആ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നതാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ഒരു ചരിത്രം. നമുക്ക് ഈ തിരുനാൾ സഭ നമ്മോട് സംസാരിക്കുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ കുർബാന ഒരു അടയാളമല്ല, പരിശുദ്ധ കുർബാന യേശു തന്നെയാണ് എന്നതാണ്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് ബന്ധിതനായ ഈശോയുടെ രൂപം ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ക്രൂശിതനായ ഈശോയുടെ രൂപം ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പക്ഷേ ദിവ്യകാരുണ്യം അടയാളമല്ല, ഈശോ തന്നെയാണ്. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ 30-ാമത്തെ അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എൻ്റെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തിയാണ്, തിരുനാളാണ് എന്ന് പ്രത്യേകം എടുത്ത് എഴുതുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈശോയുടെ ഈ സാന്നിധ്യം വളരെ പ്രത്യേകമായി അമ്മ ത്രേസ്യ ഓർമ്മിപ്പിക്കുന്ന, ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴും, ദിവ്യകാരുണ്യമായി സക്രാരിയിൽ അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുമ്പോഴുമെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈശോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈശോയുടെ മുൻപിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും ഭയഭക്തികളോടുകൂടെ, എത്രമാത്രം ഭക്ത്യാദരവുകളോടുകൂടെ ആയിരിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം ഭക്ത്യാദരവുകൾ പ്രദർശിപ്പിക്കണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരു തിരുസ്വരൂപത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ അരുളിക്കയെയോ ദിവ്യകാരുണ്യത്തെയോ സ്പർശിക്കുന്നതിന് സഭ എപ്പോഴും അനുവദിക്കാത്തത് ഈശോ തന്നെയാണ് അത് എന്ന ആ ഭക്തിയും ഭയവും നമ്മളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. നമുക്ക് ഈശോയുടെ സാന്നിധ്യം, ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അവർക്കെല്ലാവർക്കും തൃപ്തിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ തൃപ്തി നൽകുന്ന ഒരപ്പമേയുള്ളൂ, അത് ദിവ്യകാരുണ്യ അപ്പമാണ്. കൈയടിച്ച് നന്ദി പറയാം. വേറെ എന്ത് കണ്ടാലും, വേറെ എന്തൊക്കെ ആയാലും, നമുക്കിപ്പോൾ ഒരു രാജ്യത്ത് പോയി, നമ്മൾ യൂറോപ്പിൽ പോയി എന്ന് വിചാരിക്കുക. യൂറോപ്പ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തൃപ്തിയാവുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഹോളി ലാൻഡിൽ പോയി എന്ന് വിചാരിക്കുക. ഹോളി ലാൻഡ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാകുമോ?
ഇല്ല. അല്ലെങ്കിൽ അച്ഛൻ മേഘാലയയിലാണ്, നമ്മൾ കാശ്മീരും മേഘാലയയും അതെല്ലാം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാകുമോ? തൃപ്തിയാവില്ല നമുക്ക്. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ അപ്പം ഭക്ഷിച്ചവർ തൃപ്തരായി എന്ന്. നമുക്ക് തൃപ്തി തരുന്ന ഒരപ്പമേയുള്ളൂ, അത് ഈശോയാണ്. നമുക്ക് കണ്ണുകളടക്കാം. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ഈ മഹത്തായ ദിവസം ഈശോയെ കണ്ട് എൻ്റെ കണ്ണുകൾക്ക് ഇനി വേറെയൊന്നും കാണണ്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ സംതൃപ്തിയാകുകയാണ്. ഈശോയെ കേട്ട് ഇനി എനിക്ക് വേറൊന്നും കേൾക്കണ്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തൃപ്തിയാവുകയാണ്. ഈശോയുടെ സ്നേഹം ആസ്വദിച്ച് ഇനി എനിക്ക് വേറെയൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഹൃദയത്തിന് തൃപ്തിയാവുകയാണ്. ഈശോ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ഈശോയുടെ സാന്നിധ്യത്തെ വളരെ പ്രത്യേകമായി ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷവും ചക്രാരിയിലും ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ട വിധത്തിൽ ആരാധന അർപ്പിക്കാൻ കഴിയാതെ പോയ സമയങ്ങളെ ഓർത്ത്, സ്നേഹിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കുകയും കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യാം. ഈശോ